കൂൺ കൃഷി വളരെ എളുപ്പമാണെന്ന് പലരും പറയുന്നു. കുറഞ്ഞ ജോലിഭാരം, കൂടുതൽ ഇൻകം തുടങ്ങി കൂൺ കൃഷിയുടെ നല്ല വശങ്ങളെക്കുറിച്ചാണ് കൃഷിയുടെ ആരംഭഘട്ടത്തിൽ യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്താൽ കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ 8 വർഷത്തെ ഞങ്ങളുടെ കൃഷി അനുഭവം പറയുന്നത് മറ്റൊന്നാണ്. കൂൺ കൃഷിയിൽ നിന്നുള്ള ദിവസ വരുമാനം 150 രൂപയിൽ ആരംഭിച്ച് കാലക്രമേണ ദിവസ വരുമാനം 3000-ലധികമായി വളർത്തിയെടുത്തത് അത്ര എളുപ്പത്തിലായിരുന്നില്ല. പക്ഷേ പല പ്രതിസന്ധികളെ മറികടന്ന് പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ സംതൃപ്തിയും ആത്മവിശ്വാസവുമാണെന്ന്. ഈ 8 വർഷത്തെ ഞങ്ങളുടെ കൂൺ കൃഷി യാത്ര എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയാലോ? വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മൂലം മറ്റു ജോലി ചെയ്യാൻ പറ്റാത്തവർ, ആരോഗ്യ കാരണങ്ങളാൽ ഭാരപ്പെട്ട ജോലി ചെയ്യാൻ പറ്റാത്തവർ, ഒട്ടേറെ പഠിച്ചിട്ടും ജോലി ചെയ്യാൻ സിറ്റുവേഷൻ ഇല്ലാത്തവർ, റിട്ടയർമെന്റിനു ശേഷം ചെറിയ മുതൽ മുടക്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തുടങ്ങി സ്വന്തമായി പണിയെടുത്ത് പണം സമ്പാദിക്കണം, എങ്ങനെയും മുന്നോട്ട് ജീവിക്കണം എന്ന് കരുതിയിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയാകും എന്ന തോന്നലിൽ നിന്നാണ് ഈ വീഡിയോ. കാരണം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഒന്നിച്ചു വന്നപ്പോഴാണ് 20 വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ച കൂൺ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരംഭിച്ചത്. ഞങ്ങളുടെ കൂൺ കൃഷിയുടെ ആരംഭം മുമ്പ് പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ഷെഡിൽ നിന്നായിരുന്നു. വളരെ കുറഞ്ഞ മുതൽ മുടക്കിലാണ് ഞങ്ങൾ ആ ഫാം സെറ്റ് ചെയ്തിരുന്നത്. ഒരു ദിവസം നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം കൂൺ ചിലവാകുമെന്ന ധാരണ ഇല്ലാതിരുന്നതിനാൽ 1 കിലോയിൽ താഴെ ഉൽപാദനം പ്രതീക്ഷിച്ചാണ് തുടക്കത്തിൽ ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത്. അത് ചില ദിവസങ്ങളിൽ 1/2 കിലോയിൽ താഴെ പോകും, ചിലപ്പോൾ 1 കിലോ കിട്ടും എന്ന ലെവലിൽ ആദ്യം 3 മാസം ഞങ്ങൾ പിടിച്ചു നിന്നു. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചും കൂൺ കേടാവാതെ കൂടുതൽ ടൈം ഇരിക്കുന്നതിനുള്ള പാക്കിങ്ങിനെ കുറിച്ച് പഠിച്ചും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിരവധി തവണ മാറ്റം വരുത്തി കൂൺ കൃഷി കൂടുതൽ സീരിയസ് ആയി പഠിച്ചു. കാരണം നമുക്ക് പിന്തുടരാൻ സക്സസ് ആയിട്ടുള്ള ഒരു മാതൃക നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. ഒട്ടേറെ ആളുകൾ തുടങ്ങി പരാജയപ്പെട്ട് പെട്ടെന്ന് നിർത്തുന്ന ഒരു കൃഷിയായാണ് എല്ലാവരും കൂൺ കൃഷിയെ കണ്ടിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒത്തിരി ആളുകൾ കൂൺ കൃഷി പഠിക്കുകയും ആരംഭിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അടുപ്പിച്ച് വന്നാൽ കൃഷി നിർത്തുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ കൃഷി ആരംഭിച്ചപ്പോഴും നല്ലവരായ ചില ആളുകളുടെ അഭിപ്രായം നമ്മുടെ ഫാമും അധികകാലം മുന്നോട്ടു പോകില്ല എന്നതായിരുന്നു. ഈ പിന്തിരിപ്പൻ സമീപനങ്ങളുടെ ഇടയിൽ തന്നെ കേട്ടുമാത്രം പരിചയമുള്ള വിവിധ രോഗങ്ങൾ കൂൺ കൃഷിയെ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കീടങ്ങളുടെ ആക്രമണവും. ഇവയെല്ലാം പലതവണ കൃഷിയിൽ ലാഭത്തേക്കാൾ നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിലും കൂൺ വിറ്റഴിക്കാൻ നല്ലൊരു മാർക്കറ്റ് വളരെ സാവകാശം ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റി. നേരിട്ട് കടകളിൽ മാത്രം കൂണ് കൊടുക്കുന്ന രീതിയാണ് ഞങ്ങൾ തുടക്കത്തിൽ സ്വീകരിച്ചത്. ആളുകൾ തുടക്ക കാലഘട്ടത്തേക്കാൾ നന്നായി പിന്നീട് കൂണിനെ സ്വീകരിച്ചപ്പോൾ ആരംഭത്തിലെ 1 കിലോയിലെ പ്രൊഡക്ഷൻ എന്നത് 3 വർഷമായപ്പോഴേക്കും 4 കിലോയിലോട്ട് എത്തി. 1 കിലോ മഷ്റൂം 400 രൂപയ്ക്കാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. കൂൺ കൃഷി തുടങ്ങി 3-4 വർഷത്തിനുള്ളിൽ കൃഷിയെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കൂൺ കൃഷി പഠിച്ചെടുക്കുകയും ചെയ്തു. ഓരോ തവണയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിവ് നേടണം. ഇതിനായി ഞങ്ങൾക്ക് സഹായകരമായത് ഒരേ കാലഘട്ടത്തിൽ കൂൺ കൃഷി ആരംഭിച്ച കൂൺ കർഷകരാണ്. ഇന്ന് കൂൺ കർഷകരുടെ വിവിധ കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ സംശയങ്ങളോ പ്രശ്നങ്ങളോ ചോദിച്ചാൽ ആർക്കെങ്കിലുമൊക്കെ അതിനുള്ള ഉത്തരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൂൺ കൃഷിയെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരെയൊക്കെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ട്. ഇവയൊക്കെ കൂൺ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്ത് നൽകിയിരുന്നു. കൂൺ കൃഷി ആരംഭിച്ച ഫാമിൽ ഒരു 3 കിലോ 4 കിലോ കൂൺ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ കൂൺ കൃഷി നന്നായി പഠിക്കുകയും കൂൺ വിറ്റഴിക്കാൻ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ കൂൺ കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥ ഒരുക്കാൻ പറ്റിയ 1000 കൂൺബെഡിന്റെ കപ്പാസിറ്റിയുള്ള ഒരു ഫാം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2018-20 കാലഘട്ടത്തിലൊക്കെ ഹൈടെക് ഫാം, കൂൺ ഫാം എന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലാകട്ടെ യൂട്യൂബിലാകട്ടെ ആദ്യം വരുന്നത് ഒരു MRDO എന്ന സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽ ആണ്. ചെങ്ങന്നൂരുള്ള ഈ സ്ഥാപനത്തിന്റെ മെയിൻ സർവീസ് ആകട്ടെ ഹൈടെക് ഫാം നിർമ്മാണവും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് അംഗീകൃത റിസർച്ച് സെന്റർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പും അവരുടെ സംസാരവും മുൻ കൃഷി മന്ത്രിയിൽ നിന്ന് കൂൺ രംഗത്ത് നൽകിയ സംഭാവനകൾക്ക് അവാർഡ് സ്വീകരിക്കുന്ന MRDO എന്ന സ്ഥാപനത്തിന്റെ MDയും ഒക്കെ കണ്ടപ്പോൾ തന്നെ കൂൺ ഫാം നിർമ്മിക്കാൻ വേറൊന്നും ആലോചിക്കേണ്ട, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്.
പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല അത് നാശത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണെന്ന്. 4.5 ലക്ഷം രൂപയുടെ ഒരു ഫാം നിർമ്മിക്കാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഫാം നിർമ്മാണം നീണ്ടുപോവുകയും വിളിച്ചാൽ ഫോൺ എടുക്കാതെ വരികയും ചെയ്തപ്പോഴാണ് ഇദ്ദേഹം വല്ല തട്ടിപ്പുകാരനാണോ എന്ന സംശയം വന്നത്. നെറ്റിൽ എവിടെ നോക്കിയാലും നല്ല കമന്റ്സും റിവ്യൂസും മാത്രമുള്ള ഈ സ്ഥാപനത്തിന്റെ ചതി മനസ്സിലായത് നമ്മളെ പോലെ തന്നെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തി ഇട്ട കമന്റ് അവർ ഡിലീറ്റ് ചെയ്യാൻ മറന്നപ്പോഴാണ്. ആ കമന്റ് ഇട്ടത് തലശ്ശേരിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഓണറും ഡോക്ടറും കൂടിയാണ്. അവർക്ക് നഷ്ടമായത് 4.5 ലക്ഷം രൂപയാണ്. MRDO എന്ന സ്ഥാപനം വെറും തട്ടിപ്പ് കേന്ദ്രമാണെന്നും ഇതിന്റെ CEO എന്ന് പറഞ്ഞ് നടക്കുന്നയാൾ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളില് പ്രതിയാണെന്നുമുള്ള വിവരം പിന്നീടാണ് അറിഞ്ഞത്. ഇതിനൊക്കെ ശേഷം ഇയാളെക്കുറിച്ചും ഇയാളുടെ സ്ഥാപനത്തെക്കുറിച്ചും മറുനാടൻ മലയാളിയിൽ വന്നൊരു ന്യൂസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നുണ്ട്. കൂൺ കൃഷിയെക്കുറിച്ചൊക്കെ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഇന്നും ആദ്യം വരിക MRDO എന്ന യൂട്യൂബ് ചാനലായിരിക്കും. കാരണം എല്ലാ ദിവസവും ഇവര് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ സർവീസുകളെ കുറിച്ച് പറഞ്ഞ്. പക്ഷെ അതൊരു ചതിയാണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഫാം നിർമ്മാണത്തിന് നൽകിയ 1 ലക്ഷം പോയത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ 4.5 കൊല്ലമായി ഈ ക്യാഷ് തിരിച്ചു പിടിക്കാനുള്ള കേസ് ഒരു സൈഡിൽ കൂടി നടക്കുന്നു. ഈ ഒരു പ്രശ്നവും ഞങ്ങളെ തളർത്തിയില്ല. കയ്യിൽ ഒത്തിരി ക്യാഷ് ഉള്ളത് കൊണ്ടല്ല. ഈ ഒരു സംഭവം നടന്നതിനോടടുത്ത് തന്നെ നമ്മുടെ ബ്ലോക്കിൽ കൂൺ ഗ്രാമം പദ്ധതി പ്രകാരമുള്ള വലിയൊരു പ്രൊജക്റ്റ് വന്നു. ഈ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പ്രൊജക്റ്റിന്റെ ലക്ഷ്യം 2 ഹൈടെക് ഫാമുകളും 100 ചെറിയ മഷ്റൂം ഫാമുകളും നിർമ്മിക്കുക എന്നതായിരുന്നു. ഭാഗ്യവശാൽ ഒരു ഹൈടെക് ഫാം നിർമ്മിക്കുന്നതിന് സബ്സിഡിയായി 2.5 ലക്ഷത്തോളം രൂപയും ഒരു പാക്കിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ 1,10,000 രൂപയും ഈ സ്കീമിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു സൈഡിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായാലും മറ്റൊരു സൈഡ് വഴി നമ്മുടെ ലക്ഷ്യത്തിലോട്ടെത്താനുള്ള വഴികൾ പല വിധത്തിലും പിന്നീട് നമ്മളെ തേടിയെത്തി. തുടക്ക കാലഘട്ടത്തിൽ 1 കിലോ കൂൺ ഉൽപാദനം മുന്നിൽ കണ്ട ഞങ്ങൾക്ക് 15 കിലോ കൂൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ ഫാം ആ ഒരു പ്രൊജക്റ്റിലൂടെ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് 3 കൂൺ ഫാമുകളാണ് ഉള്ളത്. ഇന്ന് ഞങ്ങൾ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നത് 7 മുതൽ 10 കിലോ വരെയുള്ള റേഞ്ചിനുള്ളിലാണ്. കാരണം അതിനുള്ള മാർക്കറ്റേ ഞങ്ങളുടെ ഏരിയയിലുള്ളൂ. മാർക്കറ്റ് ഉണ്ടായിരിക്കുക എന്നത് കൂൺ കൃഷി വിജയിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിനനുസരിച്ച് മാത്രം ഉൽപാദനം ക്രമീകരിക്കുക എന്നതും കൂൺ കൃഷി നഷ്ടത്തിലോട്ട് പോകാതെ ഇരിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അധ്വാനം കുറച്ച് ഉൽപാദനവും വരുമാനവും ലക്ഷ്യമിടുന്നവരും ചിലവ് കുറച്ച് ഉൽപാദനവും വരുമാനവും ലക്ഷ്യം വെക്കുന്നവരുമുണ്ട്. ഇതിൽ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലാണ് ഞങ്ങൾ. ചിലവ് കുറഞ്ഞ മാധ്യമം തിരഞ്ഞെടുത്തും സ്വന്തം ഐഡിയയിൽ ഫാം നിർമ്മിച്ചും മാക്സിമം വിളവ് കിട്ടുന്ന വിത്ത് സെലക്ട് ചെയ്തുമെല്ലാം കൃഷി ചെയ്യുന്നത് ചിലവ് കുറയ്ക്കാനും വരുമാനം കൂട്ടാനും കാരണമായിട്ടുണ്ട്. കൂൺ കൃഷി ഞങ്ങളുടെ അനുഭവത്തിൽ എളുപ്പമല്ല. പ്രതിസന്ധികൾ ഉണ്ടാകും. അവയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ കൂൺ കൃഷിയിൽ ആർക്കും വിജയിക്കാൻ പറ്റും. അതിന് കൃഷി ചെയ്തുള്ള അനുഭവ സമ്പത്ത് തന്നെ വേണം. നല്ല രീതിയിൽ കൃഷി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ വിളവിന്റെ 3 ഇരട്ടിയോളം ലാഭം കിട്ടുന്ന ഒന്നാണ് കൂൺ കൃഷി. കൂൺ കർഷകരെയും സ്ത്രീ സംരംഭകരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ പല പ്രൊജക്റ്റുകളും സാമ്പത്തിക സഹായങ്ങളും ഇന്ന് ലഭ്യമാണ്. പണിയെടുക്കാൻ മനസ്സുള്ള, ചെറിയ പരാജയങ്ങളിൽ തളരാത്ത, കൂൺ കൃഷി പഠിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും നല്ലൊരു വരുമാന മാർഗമായി, പ്രത്യേകിച്ച് സ്ഥിര വരുമാന മാർഗമായി കൂൺ കൃഷിയെ കാണാമെന്നതാണ് ഞങ്ങളുടെ ജീവിതാനുഭവം.